അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മൂവാറ്റുപുഴയിൽ സാംസ്കാരിക പ്രവർത്തകരുടെ യോഗം സംഘടിപ്പിച്ചു. PSA ലത്തീഫ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മൂവാറ്റുപുഴ നാസ് ഓഡിറ്റോറിയത്തിൽ സാംസ്കാരിക പ്രവർത്തകരുടെ യോഗം സംഘടിപ്പിച്ചു. PSA ലത്തീഫ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ആ ആശയത്തെ പിന്താങ്ങുന്ന മറ്റാളുകളുടെയും ബലമാണ് അതിനടിസ്ഥാനമായിട്ടുള്ളത്. മൂല്യച്യുതിയുണ്ടാകുന്നിടത്ത്, സ്നേഹം നഷ്ടപ്പെടുന്നിടത്ത്, മനുഷ്യനെ വെറുക്കുന്നിടത്ത്, സാഹോദര്യം നഷ്ടപ്പെടുന്നിടത്ത് എല്ലാം ഓടിയെത്താൻ ബാധ്യതപ്പെട്ട ആളുകളാണ് സാംസ്കാരിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ മുന്നിട്ടിറങ്ങേണ്ടത്. പലപ്പോഴും നമ്മുടെ കേരളത്തിലെ സ്ഥിതിയിൽ നമുക്ക് ദുഃഖം തോന്നാറുണ്ട്. നാസ് പ്രസിഡന്റ് ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പായിപ്പട കൃഷ്ണൻ, MN രാധാകൃഷ്ണൻ, ബെൻസി മണിത്തോട്ടം, OA ഐസക് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.